അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവേർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ കേസ് വ്യക്തിപരമല്ലെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. പാർട്ടി നേതാവിന്റെ മകളായതുകൊണ്ട് ഉണ്ടായ കേസാണ്. അതിനാലാണ് കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറഞ്ഞതെന്നും എം എ ബേബി പറഞ്ഞു. സിപിഎം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ആദ്യമായാണ് വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് ഉത്സവം അലങ്കോലപ്പെടുത്തുവാൻ നാടൻ ബോംബുമായി എത്തിയ ഗുണ്ടാ സംഘം പിടിയിൽ. കുപ്രസിദ്ധ ഗുണ്ട വാള ബിജുവും സംഘവുമാണ് പിടിയിലായത്. പുല്ലുമുക്ക് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വാള ബിജു. പ്രശാന്ത്, ജ്യോതിഷ് എന്നിവരാണ് പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വാള ബിജു, പ്രശാന്ത്, ജ്യോതിഷ് എന്നിവരാണ് പിടിയിലായത്. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടെ ആക്രമണം നടത്തുന്നതിന് പദ്ധതിയിടുന്നതിനിടെയാണ് പിടിയിലായത്. കല്ലമ്പലം SHOയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് സംഘം പിടിയിലാകുന്നത്. നാടൻ ബോംബിനൊപ്പം ആയുധങ്ങളും ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള ചർച്ച ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വച്ചാണ് ചർച്ച നടക്കുന്നത്. ഫോണിലൂടെ വിളിച്ചാണ് സമര നേതാക്കൾ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് സമയമെടുത്തത്. ഫോണിൽ പോലും തന്നെ സമരക്കാർ ബന്ധപ്പെട്ടില്ലെന്ന് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സമരക്കാരുടെ നീക്കം. സെക്രട്ടേറിയറ്റിന് മുൻപിലെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇന്ന് 57ാം ദിവസത്തിലാണ്. നിരാഹാര സമരം 19ാം ദിവസത്തിലേക്ക് കടന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫ്വാൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പണം കടമെടുത്തിരുന്നെന്ന് മാതാവ് ഷെമി മാധ്യമങ്ങളോട്. ആക്രമണത്തിന്റെ തലേദിവസം തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു. വീട് വിറ്റാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നാണ് ഷെമി പറയുന്നത്. തങ്ങൾക്കുണ്ടായിരുന്നത് 25 ലക്ഷം രൂപയുടെ ബാധ്യത മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അഫ്വാനോട് ജീവിതത്തിൽ ക്ഷമിക്കുവാൻ കഴിയില്ല. ഞങ്ങളുടെ കുടുംബവും ജീവിതവും തകർത്തു. എന്റെ പൊന്നുമോനെ കൊന്നവനാണെന്നും അവനോട് എങ്ങനെ ക്ഷമിക്കുമെന്നും മാതാവ് പറഞ്ഞു. അഫ്വാന് ബന്ധുക്കളിൽ ചിലരോട് വിയോജിപ്പുണ്ടായിരുന്നു. വൈരാഗ്യമുള്ളതായി അറിയില്ല. മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ചതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം അധികൃതർ തുടർ നടപടി സ്വീകരിക്കും. അക്യുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവമെടുക്കുമ്പോഴായിരുന്നു 35-കാരിയായ അസ്മ മരിച്ചത്. 5ാമത്തെ പ്രസവത്തിനിടെയാണ് അസ്മ മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മതിയായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് യുവതി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. മലപ്പുറത്ത് ഭർത്താവിന്റെ വീട്ടിൽ വച്ച് പ്രസവത്തിനിടെയാണ് യുവതി മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരമാണ് മരണം നടന്നത്. മൃതദേഹം സംസ്കരിക്കുവാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടയുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ബംഗളൂരു ഹുലിമാവിൽ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബാഡ്മിന്റൺ പരിശീലകനെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശി ബാലാജി സുരേഷ് ആണ് അറസ്റ്റിലായത്. 2 വർഷമായി ബാലാജിയുടെ കീഴിൽ പരിശീലനം നടത്തുന്ന പെൺകുട്ടിയെ വീട്ടിൽ വച്ച് പലതവണ പീഡിപ്പിച്ചു എന്നാണ് മൊഴി. പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി അവരുടെ അമ്മൂമ്മയ്ക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്തെന്നും പരാതിയിലുണ്ട്. മറ്റു ചില കുട്ടികളുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഇയാളുടെ ഫോണിൽ നിന്നും കണ്ടെടുത്തതായി ഹുലിമാവ് പോലീസ് പറഞ്ഞു. തൊടുപുഴയിലെ ബിജുവിന്റെ കൊലപാതകത്തിൽ നിർണായക തെളിവായി 1ാം പ്രതി ജോമോന്റെ കോൾ റെക്കോർഡ്. ജോമോന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക തെളിവായി കോൾ റെക്കോർഡ് ലഭിച്ചത്. കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞതിന്റെ കോൾ റെക്കോർഡുകളാണ് ലഭിച്ചത്. ദൃശ്യം 4 നടപ്പാക്കി എന്നാണ് ജോമോൻ വിളിച്ചു പറഞ്ഞത്. ജോമോന്റെ ഫോണിൽ നിന്നാണ് കോൾ റെക്കോർഡ് കിട്ടിയത്. അതേസമയം ശബ്ദത്തിന്റെ ആധികാരികത പരിശോധിക്കുവാൻ പോലീസ് വോയിസ് ടെസ്റ്റ് നടത്തും. ജോമോൻ വിളിച്ച ആളുകളുടെയും മൊഴിയെടുക്കും. ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി.
മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.